ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. മകനുടെ നിഴലായി നീങ്ങും സ്നേഹിതയാണമ്മ, എന്നുടെ മിഴി നനയും നേരം ഒഴുകും മിഴിയമ്മ. കുരിശിൻ ചാരെ വരും എന്നുടെ വീട്ടിൽ വരുമമ്മ, സങ്കടരാവുകളിൽ എന്നുടെ സങ്കീർത്തനമമ്മ. സേറാഫുകൾ ചിറകു വിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ. ക്രോവേന്മാർ ആരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ദ റൈച്ചിയസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. ഹബക്കുക്ക് പ്രവാചകൻ ജീവിച്ചത് അവ്യക്തതയുടെ സഹനത്തിൻ്റെ മധ്യയാണ്. ദൈവത്തിൻ്റെ മറുപടി, ആ സാഹചര്യത്തോടുള്ള ദൈവത്തിൻ്റെ ഉത്തരം, നീതിമാൻ നിലനിൽക്കുന്നത് അവൻ്റെ ശക്തിയാലെയോ ലോകം നൽകുന്ന ഉറപ്പിനാലെയോ അല്ല, മറിച്ച് വിശ്വാസത്താലെയാണ് എന്നതാണ്. ക്രിസ്തീയ ജീവിതം പണിയപ്പെടുന്ന അടിസ്ഥാനമാണ് വിശ്വാസം. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. 15 നോമ്പിൻ്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയെ ഏറെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ മറിയത്തിൽ നമ്മൾ കാണുന്നത് അതിസ്വാഭാവിക കഴിവുകളായിരുന്നില്ല, മറിച്ച് അതിസ്വാഭാവിക വിശ്വാസമായിരുന്നു. മറിയം വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുക തന്നെ ചെയ്യുമെന്ന്. ഒന്നും മുമ്പിൽ കാണാൻ കഴിയാതെ വന്നപ്പോൾ വോക്കിംഗ് വിത്ത് മേരിയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഈശോയുടെ പരസ്യജീവിത കാലത്ത് അവൻ ആരോപണങ്ങളേറെ ഏൽക്കേണ്ടി വരുന്നത് മറിയം കണ്ടപ്പോഴും
മെല്ലെ അവൻ്റെ യാത്ര കാൽവരിയോടടുക്കുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോഴും അവൾ കുലുങ്ങിയില്ല. അവൾ വിശ്വസിച്ചു, അടിയുറച്ച് നിന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ. വിശ്വാസം കൊടുങ്കാറ്റിനെ ജീവിതത്തിൽ നിന്ന് മാറ്റുമെന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആ കൊടുങ്കാറ്റിനെ കീറിമുറിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ വിശ്വാസം നമുക്ക് ബലം തരും. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം: ആം ഐ ലിവിങ് ബൈ മൈ ഫിയേഴ്സ് ഓർ ബൈ മൈ ഫെയ്ത്ത്? ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭയങ്ങളാലെയാണോ, എൻ്റെ വിശ്വാസത്താലെയാണോ? മറിയത്തെ പോലെ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച്, ചില നേരത്ത് അവൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുമ്പോഴും ഒന്നിനെക്കുറിച്ചും വ്യക്തതയില്ലാതെ നമ്മൾ ഉഴലുമ്പോഴും വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് ശ്രമിക്കാം. കൃപ ചോദിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ. സംശയങ്ങളേറുമ്പോൾ, ഭാവി അവ്യക്തമായി മുമ്പിൽ നിൽക്കുമ്പോഴും നിന്നിൽ ആശ്രയം വയ്ക്കാൻ, നിൻ്റെ അവസാനിക്കാത്ത സ്നേഹത്തെ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. മറിയത്തിൻ്റെ പ്രാർത്ഥനകളാലെ ഓരോ ദിവസവും ഞാൻ വിശ്വാസത്തിലും പ്രത്യാശയിലും നടക്കട്ടെ കർത്താവേ. എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.